ഡോക്ടർ ഷിജു ഖാൻ, 400 കോടിയോളം രൂപ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുണ്ടെന്നുള്ളൊരു കണക്ക്. അത് കുടിശ്ശിക വരുന്നു. ഈ മാർച്ച് മാസം, ഇപ്പോൾ ജനുവരി പകുതിയാകുന്നു. മാർച്ച് മാസത്തോടെ ഏകദേശം 150ഓളം ആശുപത്രികൾ മാറി. ബാക്കി ഒരു 260 ആശുപത്രികളുണ്ട്. അവരും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറുക സ്വകാര്യ ആശുപത്രികളെ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയായ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇത് ഡയറക്റ്റായിട്ട് ബാധിക്കുന്നത് ദരിദ്രരെ, ദുർബലരെ, പാവപ്പെട്ടവരെ ഒക്കെയാണ്. ആസൂത്രണത്തിൻ്റെയും നടത്തിപ്പിൻ്റെയും ഭാഗത്തു നിന്ന് കൃത്യമായ പരാജയം ഉണ്ടാകുമ്പോൾ കടം പെരുകുന്നു, അത് നടപ്പാക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഡോക്ടർ എസ് ലാൽ പറഞ്ഞു നിർത്തുന്നത്. അങ്ങനെ ഒരു വലിയ പരാജയത്തിലേക്ക് ഇങ്ങനൊരു പദ്ധതി കൂപ്പുകുത്തിയതിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനല്ലാതെ, ആരോഗ്യ വകുപ്പിനല്ലാതെ പിന്നെ മറ്റാർക്കായിരിക്കും? വാസ്തവത്തിൽ ഈ ചർച്ച ഡോക്ടർ ലാലിനെ നിങ്ങൾ ആരോഗ്യ പ്രവർത്തകനെന്നും കോൺഗ്രസിൻ്റെ വക്താവുമെന്നും ഇവിടെ വിശേഷിപ്പിക്കുകയുണ്ടായി. ഞാനും ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ ലാൽ. പക്ഷേ ലാലിൻ്റെ പ്രതികരണങ്ങൾ മുഴുവൻ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ളതും യാതൊരു ആധികാരികതയില്ലാത്തതുമായ വാദങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിലുള്ള ഒരു വിദഗ്ധ അഭിപ്രായമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ കാണുന്നില്ല. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ പരമാവധി പുഷ്പിച്ചവതരിപ്പിക്കാനാണ് ജനങ്ങളുടെ. രണ്ട്, അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെയും ഡോക്ടർ ലാൽ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം അങ്ങക്ക് സമയം കിട്ടും. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അങ്ങ് രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ നിലവാരത്തിൻ്റെ പരമാവധി താഴെ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റിനെ വിശേഷിപ്പിച്ചത്. ഞാൻ ലാലിന്റെ ഡോക്ടർ ലാൽ അങ്ങയുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. ലാൽ ഒന്നുകിൽ അദ്ദേഹത്തിന് സമയം കൊടുത്തതിന് ലാൽ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ല. ഞാൻ ഇടപെട്ടില്ലല്ലോ. രാഷ്ട്രീയ നിലവാരത്തിന്റെ അഭിപ്രായം പറഞ്ഞപ്പോഴും ഞാൻ ഇടപെട്ടില്ല. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പോകാൻ പറ്റില്ല. താങ്കൾക്ക് എന്ത് അധികാരം? ഞാൻ ആരോഗ്യ പ്രവർത്തകൻ. എന്റെ അഭിപ്രായം പറയേണ്ടത് ഞാൻ മെഡിക്കൽ ഡിഗ്രി ഉള്ള ആളാണ്. നിങ്ങളാരാണ് കടന്നു കയറാൻ? നിങ്ങളാരാണ്? നിങ്ങളുടെ MBBS ഡിഗ്രിയുടെ നിലവാരമല്ല ഇവിടെ പ്രകടിപ്പിച്ചത്. നിങ്ങളുടെ അഭിപ്രായം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ അവഹേളിക്കാനുള്ള രാഷ്ട്രീയ നിലവാരമില്ലായ്മയാണ് നിങ്ങളുടെ പ്രകടനം. നിങ്ങളുടെ എങ്ങനെ ആരോഗ്യ വിദഗ്ധന്റെ അഭിപ്രായമായി പരിഗണിക്കാൻ പറ്റും? അഭിപ്രായം പറഞ്ഞതിന് ശേഷം ലാലിൽ ഇടപെടാം. അങ്ങ് സഹിഷ്ണുതയോടെ കേൾക്കൂ. അങ്ങക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി എനിക്ക് പറയാനുണ്ട്. അപർണ, ഒന്നുകിൽ ലാലിന്റെ അവസരം കൊടുക്കുക, അത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കാം. ഷിജു പറയൂ. എന്നെ പറ്റി മോശമായി പറഞ്ഞാൽ ഇടപെടും. ഡോക്ടർ ലാലിലേക്ക് വരാം. ഞാൻ ഷിജു ഖാൻ പറയൂ. അപർണ, അതൊരു ശരിയായ നിലപാടല്ല. അദ്ദേഹം ആരോഗ്യ പ്രവർത്തകനല്ല എന്ന് പറഞ്ഞത് ശരിയായില്ല എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം പ്രകടമാക്കിയത്. അദ്ദേഹം പ്രകടമാക്കിയതിനകത്ത് ന്യായമുണ്ടെന്നാണ് കരുതുന്നത്. ഡോക്ടർ ഷിജു ഖാൻ, നമുക്ക് ആ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അപർണ, എന്റെ സമയത്ത് അപർണ, ഇതൊരു തെറ്റായ നിലപാടാണ്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ അദ്ദേഹത്തിന് ഇടപെടാം. നിങ്ങളുടെ അഭിപ്രായം വിഷയത്തിലാണ് പറയുന്നത്. ഞാൻ ആരോഗ്യ പ്രവർത്തകനാണല്ലോ. ഞങ്ങളുടെ നിലപാടൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് വിഷയം പറയും. ഞാൻ പറഞ്ഞത് ആരോഗ്യ പ്രവർത്തകന്റെ വൈദഗ്ധ്യമല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് എന്ത് വൈദഗ്ധ്യമുള്ളത്? താങ്കൾക്ക് വിഷയം പറയാൻ എന്ത് വൈദഗ്ധ്യമുള്ളത്? ഞാൻ ഡോക്ടറിന്റെ രാഷ്ട്രീയക്കാരനാണ്. താങ്കൾ രാഷ്ട്രീയക്കാരൻ മാത്രമാണ്. അപ്പൊ താങ്കൾ പകുതി വൈദഗ്ധ്യമുള്ളൂ. കേൾക്കാതെ നിങ്ങൾ ഇങ്ങനെ ബഹളം എങ്ങനെയാണ് ഡോക്ടർ ഷിജു ഖാൻ പറയുന്നത് എന്നൊന്ന് നോക്കാമല്ലോ നമുക്ക്. ആ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളും അതിനുള്ള താങ്കളുടെ മറുപടിയും കഴിഞ്ഞു. ഡോക്ടർ ഷിജു ഖാൻ പറയട്ടെ, നമുക്ക് ആ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വരാമല്ലോ. എന്തുകൊണ്ട് ആ പറഞ്ഞ വാദങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് പറയുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ. അപർണ, അങ്ങനെ ലാൽ ഇതിനെയൊന്നും സെൻസിറ്റീവായി എടുത്തുകൊണ്ട് ഈ അസഹിഷ്ണുതയൊന്നും പ്രകടിപ്പിക്കല്ലേ. ലാൽ, അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ഇന്റർവ്യൂ ഞാൻ പങ്കുവയ്ക്കുന്നത്. ലാലിന്റെ സമയമല്ല ഇത്. ഡോക്ടർ ലാലിന്റെ സമയമല്ല. എനിക്ക് കാര്യം പറയാൻ അറിയാം. നിങ്ങൾ പക്വതയില്ലാതെ ചർച്ച പങ്കെടുക്കുന്ന എന്തിനാ? ഞാൻ പറയട്ടെ. ഞങ്ങൾക്ക് ചർച്ചയിൽ പങ്കെടുത്ത ഞങ്ങളുടെ അഭിപ്രായം പറയണ്ടേ?
അല്ലല്ല, എങ്കിൽ അപർണയ്ക്ക് ലാലിനോട് ചോദിക്കാം. എനിക്ക് അഭിപ്രായം പറയാൻ സമയം തരുന്നില്ലെങ്കിൽ ലാലിനോട് തീർച്ചയായും ഞാൻ ഇടപെട്ട് തന്നെ ഡോക്ടർ എസ് ലാലല്ല ഷിജുഖാൻ പറയൂ. നമുക്ക് ആ പോയിന്റിലേക്ക് വരുന്നില്ല, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിലെ താങ്കളുടെ ഒരു വിശദീകരണം വരട്ടെ. അപർണ ഇത് എനിക്ക് ദയവ് ചെയ്ത് തീരെ പക്വമല്ലാത്ത സമീപനമാണ് ലാലിൽ നിന്ന് വരുന്നത്. അപ്പോഴും നിങ്ങൾ ഇക്കാര്യത്തിൽ ശരിയായി ഇടപെടുന്നില്ല. ഞാൻ എൻ്റെ ഭാഗം വിശദീകരിക്കണം, അതിനു മുമ്പ് ലാൽ ഇടപെടരുത്, അതെനിക്ക് ഉറപ്പ് തന്നാലേ ഞാൻ പറയുള്ളൂ. വ്യക്തിപരമായ പരാമർശങ്ങൾ ഇല്ലാതെ വിശദീകരിച്ചോളൂ. അദ്ദേഹം വ്യക്തിപരമായ ഒരു പരാമർശം ഉള്ളത് കൊണ്ടായിരിക്കും ഇടപെട്ടിട്ടുണ്ടാവുക. അപർണ നിങ്ങളുടെ നിലപാട് ശരിയല്ല. ഞാൻ വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിച്ചില്ല. നിങ്ങൾ എങ്ങനെ പറയും ഞാൻ വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിച്ചു എന്ന്? നിങ്ങൾ എങ്ങനെ പറയും? ആരോഗ്യ പ്രവർത്തകന്റെ നിലപാടായി ഞാൻ കാണുന്നില്ലെന്നാ പറഞ്ഞത്. അതെന്റെ അവകാശമല്ലേ അത് പറയാനുള്ളത്. ലാൽ പറഞ്ഞത് കേരളത്തിലെ നിങ്ങൾക്ക് ആ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് അങ്ങനെ കരുതാനുള്ള അവകാശമുണ്ട് തീർച്ചയായും. ഞാൻ ദേവത കേൾക്കും. ഞാൻ പറയുന്നത് ഇവിടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ അപഹസിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും മൂന്നാംകിട നിലവാരത്തിന് താഴെയാണ് ലാൽ അഭിപ്രായം പറഞ്ഞത്. സംഭാഷണം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇടപെടേണ്ടി വരും. നിങ്ങൾക്ക് വിഷയം പറയുന്നത് നിങ്ങൾ വിഷയം പറയൂ. ആശുപത്രി മരുന്നില്ലാത്ത എന്തുകൊണ്ടാണ് ഞാൻ കേൾക്കാതിരിക്കുക? എന്റെ നിലവാരത്തെ പിന്നെ താങ്കൾ പറയണ്ട. താങ്കൾക്ക് എന്താ അധികാരം? താങ്കൾക്ക് നിലവാരം ഉള്ളത് എന്ത്? മൂന്നാംകിട എന്ത് പറയാം? താങ്കൾ എന്താണ് ISI ആണോ? താങ്കൾ എന്റെ നിലവാരം താങ്കൾ മെഡിക്കൽ കൗൺസിലറാണോ? താങ്കൾ വിഷയം പറയൂ. നിങ്ങൾ വിഷയം പറയൂ. നിങ്ങളുടെ സമയം നിങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അഭിപ്രായം പറയാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലല്ല മിസ്റ്റർ ലാൽ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞാൽ ഇടപെടും. നിങ്ങൾ എന്നെ പറ്റി പറയാനല്ലോ അവരൊക്കെ ചർച്ചയിൽ വന്നിരുന്നു. ഞങ്ങളുടെ സമയം ബഹളം ഉണ്ടാക്കല്ലേ ലാലെ? അതെ, എനിക്കറിയാം. നിങ്ങൾക്ക് പറയാനൊന്നുമില്ല. എനിക്ക് എങ്ങനെ വിഷയം ഞാൻ സംസാരിക്കണമെന്ന് ലാല് പഠിപ്പിക്കണ്ട. അതൊക്കെ CPIM നിലപാട് പറയാൻ എനിക്കറിയാം. മനസ്സിലായില്ലേ ലാൽ? നിങ്ങളെക്കാൾ കൂടുതൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. അല്ല അപർണ, ശ്രീ ലാലിനോട് തന്നെ ഞങ്ങൾക്ക് ഇന്റർവ്യൂ നടത്താം. എനിക്ക് ബുദ്ധിമുട്ടില്ല. തീർച്ചയായിട്ടും ചോദിക്കാം. എനിക്ക് സമയം നിങ്ങൾ തരുന്നില്ല. ലാൽ സമയം അത്രയും സമയം നമ്മൾ ഇത് ഈ തർക്കത്തിൽ പെട്ടുപോവുകയാണ്. ആ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് എവിടേക്കും എത്തുന്നില്ല. ഖേദമുണ്ട്, ആ മെറിറ്റിലേക്ക് എവിടേക്കും എത്തുന്നില്ല. ഒരു പാനലിസ്റ്റ് കൂടെ ബാക്കിയുണ്ട് താനും. അപർണ, എന്റെ അല്ല പറഞ്ഞ എന്റെ പോയിന്റ് എങ്ങനെയാണ് ഞാൻ പറയേണ്ടതെന്ന് അപർണയോ ലാലോ അല്ല തീരുമാനിക്കുന്നത്. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത 5ാം വട്ടവും ലാൽ ഇടപെട്ട് തടസ്സപ്പെടുത്തുന്നു. അപർണ നിസ്സഹായായി നിൽക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും അങ്ങക്ക് മറ്റൊരാളോട് ചോദിക്കാം. എനിക്ക് സമയം തരാത്ത പക്ഷേ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. ഷിജുഖാൻ പറയൂ. ഡോക്ടർ അദ്ദേഹം ഒന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. എന്താണ് പറയുന്നത്? ഡോക്ടർ ഷിജുഖാൻ പറയൂ. വിഷയം പറയാൻ പറയും. ലാലിനോടൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറയൂ അപർണ. ഞങ്ങൾ ചർച്ചയിൽ അല്ലല്ല, ഇങ്ങനെയുള്ള അസഹിഷ്ണുക്കളുമായി ചർച്ച ചെയ്യുക അസാധ്യമാണ്. സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുമായി അതിന്റെ പ്രസിഡന്റ് ഇവിടെയുണ്ട്. ചോദ്യം ചോദിച്ചത് ഞാനാണ്. സ്വകാര്യ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഇവിടെയുണ്ട്. അവരുന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട്. മാറാൻ പോകുന്ന ആശുപത്രികളുണ്ട്. അത് ബാധിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അത് ആരുടെ ഭാഗമാണെന്ന് ചോദിക്കുമ്പോൾ താങ്കളുടെ ഒരു രാഷ്ട്രീയ ധാർമ്മികത അനുസരിച്ച് താങ്കൾക്ക് അതിന് ഉത്തരം പറയണമല്ലോ. അല്ല, എന്റെ രാഷ്ട്രീയ ധാർമ്മിക അനുസരിച്ച് ഞാൻ മറുപടി പറയുമ്പോഴല്ലേ ലാൽ ചാടി വീഴുന്നത്? നിങ്ങൾ അത് കാണുന്നില്ലേ? ഞാൻ എന്റെ മറുപടി പറയട്ടെ. ലാലിനെ ഭയന്ന് എനിക്ക് അഭിപ്രായം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പറയുമ്പോൾ ലാൽ നിശബ്ദനായിരിക്കുമെന്ന് നിങ്ങൾ അദ്ദേഹം ഒന്നും പറയില്ല. അദ്ദേഹം ഒന്നും പറയുന്നില്ല. താങ്കൾ മറുപടി പറയൂ. ഞാൻ അല്ലല്ല, ഞാൻ പറയട്ടെ. എനിക്ക് അല്ലല്ല ഇങ്ങനെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവരുമായി ചർച്ചയിൽ പങ്കെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിനി പറയാം. ഞാൻ പറയുന്ന അടുത്ത പോയിന്റിൽ ഇവിടെ ലാൽ ചാടി വീഴും. അതുകൊണ്ട് കേൾക്കുക. ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുപ്രധാനമായ വകുപ്പായ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ചൊരിഞ്ഞതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. വാസ്തവത്തിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി സംവിധാനമായി കേരളത്തിലെ ആശുപത്രിയെ മാറ്റിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ പങ്കാണുള്ളത്. അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ നിരവധി പുരസ്കാരങ്ങളും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നിരവധി ആദരവുകളും കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്.